മൂന്നാം പക്കം എന്ന പത്മരാജൻ ചിത്രത്തിലെ നായകൻ ശരിക്കും തിലകൻ ചേട്ടനാണ്. അപ്പൂപ്പൻ്റെ കഥയാണ്. അപ്പൂപ്പൻ്റെ കൊച്ചുമകൻ്റെ കൂട്ടുകാർ, അവരൊരുമിച്ചുള്ള ജീവിതം. അത് തമിഴ്നാട്ടിലെ വട്ടക്കോട്ട എന്നുള്ള ഭാഗത്താണ് എൻ്റെ കടലും കാര്യങ്ങളും ഷൂട്ട് ചെയ്തത്. ബാക്കി ഷൂട്ട് ചെയ്ത തറവാട് വന്നിട്ട് വേലുത്തമ്പി ദളവയുടെ തറവാടാണ്. ആ തറവാട്ടിലാണ് ഈ തമ്പിയുടെ വീടായിട്ട് തറവാടായിട്ട് ഷൂട്ട് ചെയ്തത്. അതേ തറവാട്ടിൽ അത് അവിടെ കുളം കുത്തിയ സ്ഥലം വരെ ഇന്നും അവിടെ ഉണ്ട്. അത് ചരിത്രപരമായ ഒരുപാട് പ്രാധാന്യമുള്ള സ്ഥലമാണ്. അവിടെ അങ്ങനെ ഷൂട്ട് ചെയ്യാൻ പറ്റിയൊരു മഹാഭാഗ്യം. പിന്നെ അതിലുപരി ആ ചിത്രത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ റഹ്മാനും ജയറാമും അശോകനും ഒക്കെ സാറ് കൊണ്ടുവന്നിട്ടുള്ള നായകന്മാരെല്ലാം ഒരുമിച്ച് അഭിനയിച്ചു. അതൊരു പ്രത്യേകതയായിരുന്നു. പിന്നെ വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള ചിത്രമാണ്. പിന്നെ ആദ്യമായി ഇളയരാജ സാറ് ഇതിനകത്ത് സാറിൻ്റെ കൂടെ സഹകരിച്ചിട്ടുള്ള ചിത്രമാണ്. അദ്ദേഹത്തിൻ്റെ മ്യൂസിക്കും റീ റെക്കോർഡിങ്ങും ഒക്കെ ആയിരുന്നു. വളരെ വ്യത്യസ്തതയുള്ള ഗാനമാണ്. പത്മരാജൻ ചേട്ടൻ്റെ പടങ്ങളിൽ ഞാനധികം പാടി അഭിനയിച്ചിട്ടില്ലെങ്കിലും നല്ല പാട്ടുകളുള്ള കുറച്ച് സിനിമകൾ എനിക്ക് അഭിനയിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഉദാഹരണം മൂന്നാം പക്കം, ഉണരുമീ ഗാനം, ഇളയരാജ സാറിൻ്റെ സംഗീതവും ശ്രീകുമാരൻ നമ്പിച്ചേട്ടൻ്റെ ഗാനരചനയും. ആ സിനിമയുടെ ഓരോ ഭാഗങ്ങളും നമുക്ക് മറക്കാൻ സാധിക്കത്തില്ല. പാട്ട് പാടി അഭിനയിച്ചില്ലെങ്കിലും ആ പാട്ട് പാടി അഭിനയിച്ചതായ ഒരു ഫീൽ എനിക്കുണ്ടായി എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സന്തോഷം അതിനകത്ത്. ശ്രീ പി പത്മരാജന് വേണ്ടി എൻ്റെ രണ്ടാമത്തെ ഗാനമാണ് മൂന്നാം പക്കത്തിലെ ഉണരുമീ ഗാനം. ഇളയരാജയുടെ സംഗീതം, ശ്രീകുമാരൻ തമ്പിയുടെ ഗാനരചന. അതിന് തൊട്ട് മുമ്പുണ്ടായിരുന്ന ഞാൻ പാടിയിരുന്ന ഒന്നാം രാഗം പാടി എന്ന ഗാനത്തിനെക്കാട്ടിലും വേറൊരു ഡിഫറൻ്റ് ഒരു വോക്കൽ കൾച്ചറാണ് ഇതിനകത്ത്. അതിനകത്തൊക്കെ വളരെ ഓപ്പൺ ത്രോട്ടഡ് ആയിട്ടുള്ളൊരു സിംഗിങ് ആയിരുന്നു ഒന്നാം രാഗം പാടിയിൽ. പലപ്പോഴും നമ്മുടെ സോപാന സംഗീതമൊക്കെ പാടുന്നൊരു സ്റ്റൈലിൽ പാടണമെന്ന് നിർദ്ദേശിച്ചിരുന്നു. പക്ഷേ ഉണരുമീ ഗാനം ഒരുപാട് മൗന നൊമ്പരങ്ങൾ ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് ധാരാളം അതിന് പഴയ കാലത്തെ നൊസ്റ്റാൾജിയ, ഗൃഹാതുരത്വം, പഴയ ഓർമ്മകൾ, ദുഃഖം ഘനീഭവിച്ചിരിക്കുന്ന ചില നിമിഷങ്ങൾ, സിനിമയുടെ കഥാതന്തുവായിട്ട് വളരെയധികം ചേർന്ന് അലിഞ്ഞ ഒരു ഗാനമാണിത്. ഉണരുമീ ഗാനം ഉരുകുമെന്നുള്ളം, ഉണരുമീ ഗാനം ഉരുകുമെന്നുള്ളം, ഈ സ്നേഹലാളനം നീ നീന്തും സാഗരം, ഉണരുമീ ഗാനം ഉരുകുമെന്നുള്ളം. അത് ആ പിക്ചറൈസേഷൻ സീനിൽ വളരെ കുട്ടിയായിരുന്നപ്പോഴത്തെ ജയറാം മുതൽ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. സിനിമയിൽ തന്നെ ഈ പാട്ടിൻ്റെ ഒരു പല്ലവിയും ഒരു ചരണവും വളരെ കുറച്ചും കൂടെ ഒരു ശോകമായിട്ടുള്ളൊരു ഈണത്തിൽ സിനിമയിൽ വേറൊരു റീലിൽ അത് പാടുന്നുണ്ട്. എൻ്റെ ആദ്യത്തെ സംസ്ഥാന അവാർഡ് എനിക്ക് കേരള സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ അവാർഡ് എനിക്ക് നേടിത്തന്നത് 1988 ഈ ഗാനമാണ്. കിളിക്കൊഞ്ചലിന്റെ മണികൾ കിളുങ്ങുന്നിതറകൾ തോറും, കിളിക്കൊഞ്ചലിന്റെ മണികൾ മറന്നില്ലയങ്കണം നിൻ മലർപാദം പെയ്ത പുളകം, മറന്നില്ലയങ്കണം നിൻ മലർപാദം പെയ്ത പുളകം, എന്നിലേ എന്നെ തന്നു ഞാൻ നിന്നിൽ വിടർന്നു മരുഭൂവിൻ എരിവേലിലും പൂക്കൾ. മൂന്നാം പക്കത്തിലെ താമരക്കിളി പാടുന്നു എന്ന് പറഞ്ഞ പാട്ട്, ആ പാട്ടൊക്കെ പാടുന്ന സമയത്ത് ശ്രീകുമാരേട്ടനോട് അദ്ദേഹം വലിയൊരു വാത്സല്യം കാണിച്ചിരുന്നു എന്നും അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ആ പാട്ട് കേൾക്കുമ്പോൾ നമുക്കറിയാം വളരെ റിലാക്സ്ഡ് ആയിട്ട് അദ്ദേഹം വളരെ മനോഹരമായി പാടിയ പാട്ടുകളിലൊന്നാണ്. ചിത്രചേച്ചിയും ചേർന്ന് പാടിയ ഡ്യുവറ്റാണ് ഈ പാട്ട്. ഇപ്പം നമ്മൾ ആ സിനിമ കാണുന്ന സമയത്ത് ആ പാട്ട് ലിപ്പുള്ള പാട്ടല്ല, അത് ഒരു നായകൻ നായിക പാടി അഭിനയിക്കുന്ന പാട്ടൊന്നുമല്ല. പക്ഷേ അതിനൊരു റൊമാൻറ്റിക് ഗാനത്തിൻ്റെ എല്ലാ ഭാവവും അതിൻ്റെ എല്ലാ കെട്ടും മട്ടുമുണ്ട്. എന്നാൽ ആ സിനിമയോട് ഏറ്റവും ഇണങ്ങി ചേർന്ന് നിൽക്കുന്നു. ഈ പാട്ട് ഇളയരാജ സാറിൽ നിന്നല്ലാതെ ഒരിക്കലും നമുക്ക് ഇങ്ങനെ ഒരു ട്യൂൺ ഒരിക്കലും പ്രതീക്ഷിക്കാൻ പറ്റില്ല. ചെങ്ങാതിയുണരൂ, വസന്തഹൃദയം നുകരൂ, സംഗീതം കേൾക്കൂ, സുഗന്ധ ഗംഗയിലൊഴുകൂ, നീരാടും കാറ്റുമാമ്പൽ കുളത്തിലെ കുളിരലകളും ഒരു കളി, താമരക്കിളി പാടുന്നു തേതേ തകതോ, താളിയോലകളാടുന്നു തേതേ തകതോ. ഒരു വഴി ഇരുവഴി പല വഴി പിരിയും ഒരു ചിരിയുടെ കഥ എഴുതിയിടം ഒരു നവസംഗമ ലഹരി